ഇന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹോട്ടലുകളിൽ നിന്ന് മാത്രമല്ല, നമുക്ക് വീട്ടിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുക്, കുറച്ച് ഉഴുന്ന്, കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 4-5 പച്ചമുളക്, ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ 5 കിഴങ്ങെടുത്ത് കുക്കറിലിട്ട് അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 മിനിറ്റ് നന്നായിട്ട് ഈ കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സവോളയും കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ദോശ റെഡിയാക്കി എടുക്കാം. അതിനായി വലിയൊരു പാൻ വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ നന്നായിട്ട് വളരെ നേർത്തതായിട്ട് വേണം വട്ടത്തിൽ പരത്തിയെടുക്കാൻ. നല്ല നേർത്തായിട്ടിരുന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. ഇതിനാവശ്യമുള്ള ദോശമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കയറി നോക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ദോശ ക്രിസ്പി ആക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ദോശ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് അരിയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ നെയ്യോ ബട്ടറോ ഏതെങ്കിലും എണ്ണയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നല്ലതാണ്. അതിനുശേഷം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോഴാണ് ഈ സൈഡൊക്കെ ദോശയുടെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മസാല ഇനി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രമോ അല്ലെങ്കിൽ ട്രയാങ്കിളായിട്ടോ അല്ലെങ്കിൽ 2 സൈഡും ഫോൾഡ് ചെയ്തോ ഒക്കെ ഏത് ഷേപ്പിലാണോ നമുക്കിഷ്ടം ആ രീതിയിൽ മസാല ദോശ നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ദോശയും കൂടെ ഉണ്ടാക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ദോശമാവ് ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ഓവറായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല, മാവ് വിട്ടുപോകും. അതിന് നമ്മൾ കൈകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഈ ദോശക്കല്ലിലേക്കൊന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ പരത്തിയെടുക്കാൻ. നേരത്തെ കണ്ടതുപോലെ തന്നെ ആവശ്യത്തിന് നെയ്യും അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ ദോശ ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടി നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് വേണം ഈ മസാല ദോശയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒരു ദോശയും കൂടെ ഉണ്ടാക്കുന്നത് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ മസാല വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മസാല ദോശ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചട്നിക്കും സാമ്പാറിനും ഒക്കെ ഒപ്പം നല്ല ചൂടായിട്ട് തന്നെ ഇത് സെർവ് ചെയ്യേണ്ടതാണ്.
അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മസാല ദോശ ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി വേറെ പുതിയ വീഡിയോകളായിട്ട് ഇനിയും കാണാം. താങ്ക് യു.